Hello. മധ്യസ്ഥ പ്രാർത്ഥന. സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെ നമുക്ക് ഓർക്കാം. തങ്ങളുടെ ജീവിതോദ്ദേശവും ലക്ഷ്യവും തിരിച്ചറിയാനാകാതെ പോകുന്നവരെയും തങ്ങളുടെ കഴിവുകളും സാധ്യതകളും ഉപയോഗിക്കുവാൻ സാധിക്കാതെ വീർപ്പുമുട്ടുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. കമ്പോളവൽക്കരണവും മത്സരവും അസമത്വങ്ങളും ഏറിവരുന്ന വിദ്യാഭ്യാസ രംഗത്ത് വിമോചനാത്മകവും ജീവോന്മുഖവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ SCMനെയും യുവജനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനു നമുക്ക് പ്രാർത്ഥിക്കാം. ജാതി വിവേചനത്തിന്റെയും ജാതി അടിമത്തത്തിന്റെയും ങ്ങളെ തകർത്തെറിയുവാനും സമുദായവാദത്തിന്റെയും മതവർഗീയതയുടെയും സങ്കുചിത ബോധങ്ങളെ വെടിയുവാനും സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുടെ മതിലുകളെ നിരപ്പാക്കുവാനും ലിംഗവിവേചനങ്ങളെയും അസമത്വങ്ങളെയും തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും തക്ക കരുത്തുള്ളവരായി SCMഉം വിദ്യാർത്ഥി സമൂഹവും നിരന്തരം നിലകൊള്ളുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. കഴിഞ്ഞ 2 വർഷക്കാലമായി രാഷ്ട്രങ്ങളെയും സാമൂഹിക സംവിധാനങ്ങളെയും
വ്യക്തികളെയും ആകമാനം ബാധിച്ച COVID-19 മഹാമാരിയിൽ ജീവനോപാധികളും നഷ്ടപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഈ മഹാമാരിയിലൂടെ സംജാതമായ നവസാമാന്യതയെ തിരിച്ചറിയുവാനും അർത്ഥവത്തായ ദൗത്യ നിർവഹണത്തിനായി നമ്മൾ കാലത്തിന്റെ സാധ്യതകളെയും പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെയും യുവജനങ്ങളെയും സംജാതരാക്കുവാൻ SCM-നെയും സെന്ററിനെയും ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നവമാധ്യമങ്ങളുടെയും കൃത്രിമ ബുദ്ധിയുടെയും ഈ കാലത്ത് SCM ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്ക് ശുശ്രൂഷ രംഗത്ത് കൂടുതൽ ഫലപ്രദമായി ഇടപെടുവാനുള്ള കരുത്ത് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. Benediction. May God bless you with discomfort at easy answers, half-truths, and superficial relationships, so that you may live deep within your heart. May God bless you with anger at injustice, oppression, and exploitation of people, so that you may work for justice, freedom, and peace. May God bless you with tears to shed for those who suffer pain, rejection, hunger, and war, so that you may reach out your hand to comfort and to turn their pain to joy. And may God bless you with inner foolishness to believe that you can make a difference in the world, so that you can do what others claim cannot be done, to bring justice and kindness to all our children and the poor. Song we sing, not for ourselves, for those who are oppressed and chained, build up a new society. Let's share and feel with them. Come SCMs, unite, be one, pull out injustice from this world. Live with people, build together. One day we'll reach a new just world. The way we were, not for ourselves, for those who are oppressed and poor. Suffer with them and let us know that our struggle will win. Come SCMs, unite, be one, pull out injustice from this world. Live with people, build together. One day we'll reach a new just world. The life we owe, not for ourselves, women and men, work hand in hand. The unity will triumph. We share the vision and hope. Come SCMs, unite, be one, pull out injustice from this world. Live with people, build together. One day we'll reach a new just world. One day we'll reach a new just world.
എല്ലാവർക്കും നമസ്കാരം. 1972 സ്ഥാപിതമായ SCM പ്രോഗ്രാം സെന്റർ ഇന്ത്യൻ SCMന്റെ ഏറ്റവും മൂല്യവത്തായ വിഭവങ്ങളിൽ ഒന്നാണ്. തുടക്കം മുതൽ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നതിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള SCM പ്രോഗ്രാം സെന്ററിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം തലമുറയെ വാർത്തെടുക്കുന്നതിലും അവരിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് പ്രചോദനമാകുവാനും അധസ്ഥിതരായ ജനങ്ങൾക്ക് നീതിയും സമാധാനവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലും SCM പ്രോഗ്രാം സെന്റർ വളരെയധികം പരിശ്രമിച്ചു. 1960കളിലെ SCMേഴ്സിന്റെ കാഴ്ചപ്പാടും പ്രതിബദ്ധതയുമാണ് ഈ പ്രോഗ്രാം സെന്ററിന്റെ നിർമ്മാണത്തിന് കാരണമായത്. 2021 മുതൽ 5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അവരുടെ ദൗത്യത്തിൽ വിശ്വസിക്കുന്ന സമർപ്പിതരായ ആളുകളുടെ ഒരു ചെറിയ കൂട്ടത്തെ ദൈവം എങ്ങനെ സഹായിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ഈ പ്രോഗ്രാം സെന്റർ. അതുകൊണ്ടാണ് പ്രോഗ്രാം സെന്ററിന്റെ ഈ സുവർണ ജൂബിലി ആഘോഷം സ്തോത്ര ശുശ്രൂഷയായി നമ്മൾ ആരംഭിച്ചത്. ഈ അവസരത്തിൽ സർവേശ്വരൻ നൽകിയ അനന്തമായ സ്നേഹം ഓർമ്മിക്കാൻ എല്ലാ തലമുറകളിലെയും SCMേഴ്സിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി SCM കേരള റീജിയന്റെ വൈസ് ചെയർപേഴ്സൺ ആദിത് ചാണ്ടി ജോർജിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. SCM പ്രോഗ്രാം സെന്റർ ട്രിവാൻഡ്രം അതിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനമാണ് ഇന്ന്. ഇക്കഴിഞ്ഞ 49 വർഷക്കാലം SCMന്റെ ശുശ്രൂഷകൾക്ക് സെന്റർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതുമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടമായി മാറിയ ഈ സെന്റർ ഇനിയും അനേക വർഷങ്ങൾ ഇത്തരമൊരു ഇടമായും ഈ മേഖലയ്ക്ക് ഒരു അനുഗ്രഹമായും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി കടന്നു വന്നിരിക്കുന്നത് സെന്റർ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ ഡോക്ടർ CI ഡേവിഡ് ജോയ് അച്ഛനാണ്. അച്ഛൻ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളായും നേതൃത്വം നൽകി വരുന്നു. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ദൈവശാസ്ത്ര പഠന മേഖലയിൽ അനേകം സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന അച്ഛൻ ഇക്കാലയളവിൽ SCM പട്ടം സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്തുത്യർഹമായ രീതിയിലും ക്രിയാത്മകമായ രീതിയിലും നേതൃത്വം നൽകി വരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാനും ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനും നാം ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തയാണ്. SCM പ്രോഗ്രാം സെന്ററിന്റെ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് തിരുമേനി. കാരണം കേരള SCMലൂടെ വളരുകയും കേരള SCMനും നാഷണൽ SCMനും നേതൃത്വം നൽകുകയും ഇപ്പോൾ ആഗോള SCM പ്രസ്ഥാനത്തിന്റെ തന്നെ അധ്യക്ഷനായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് തിരുമേനി. ആഗോള എക്യുമെനിക്കൽ സംഘടനകളിലെ പ്രവർത്തനങ്ങളിലൂടെയും നേതൃത്വങ്ങളിലൂടെയും സമൂഹത്തിന് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് തിരുമേനി. ക്രൈസ്തവ മേഖലയിലെ തന്റെ സംഭാവനകൾക്ക് അപ്പുറമായി സാമൂഹ്യനീതി, പരിസ്ഥിതി സംരക്ഷണം, വർഗീയതയ്ക്കെതിരായ പോരാട്ടം എന്നിവയിലെ ശക്തമായ പുരോഗമന നിലപാടുകൾ കൊണ്ട് കേരള പൊതുമണ്ഡലത്തിലെ നിറസാന്നിധ്യം കൂടിയാണ് തിരുമേനി. ഗവേഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും തിരുമേനി നൽകിയ സംഭാവനകൾ വലുതാണ്. SCMന്റെ സ്വന്തം കൂർലോസ് തിരുമേനിയെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇക്കാലയളവിൽ കേരള SCMന്റെ ചെയർപേഴ്സണായി ഇരിക്കുന്നത് പ്രിയപ്പെട്ട മാത്യു സാം സാറാണ്. തിരുവല്ല മർത്തോമ കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനായിരിക്കുന്ന സാർ വിദ്യാർത്ഥികളെ ഏറ്റവും അടുത്തറിയുകയും കേരള SCMന്റെ പ്രവർത്തനങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ക്രിയാത്മകമായ നേതൃത്വവും നൽകി വരുന്നു. പ്രിയപ്പെട്ട മാത്യു സാം സാറിനെ ഏറ്റവും ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഷണൽ SCMന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന റവറൻ ഇമ്പരാജ് ജയകുമാർ ഈ മീറ്റിംഗിൽ ആശംസകൾ നൽകുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നു.
ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും നാഷണൽ SCMനെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നു. അതോടൊപ്പം കേരള SCMന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നേതൃത്വവും നൽകുവാനും ഇമ്പണ്ണൻ എന്നും നമ്മോടൊപ്പമുണ്ട്. റവറൻഡ് ഇമ്പ രാജിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന റവറൻഡ് ആഷിർ എബനേസറും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇക്കാലയളവിൽ SCMഉം NCSCയും സംയുക്തമായി നടത്തുന്ന നിരവധി പ്രോഗ്രാമുകൾ നടന്നു വരുന്നു. ഈ പ്രോഗ്രാമുകൾക്കെല്ലാം നേതൃത്വം നൽകുകയും SCMന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുകയും ചെയ്യുന്ന റവറൻഡ് ആഷിർ എബനേസറിനെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കുവാനായി കേരള SCM മുൻ ചെയർപേഴ്സണും നിലവിൽ SCM നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ആയിരിക്കുന്ന മിസസ് ഓമന മാത്യു നമ്മോടൊപ്പം ആയിരിക്കുന്നു. കൊച്ചമ്മയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഇന്നും കേരള SCMന് പ്രചോദനമാണ്. പ്രിയപ്പെട്ട ഓമന കൊച്ചമ്മയെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SCM പ്രോഗ്രാം സെന്ററിന്റെ മാനേജിംഗ് കമ്മിറ്റിയാണ് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ സെൻട്രൽ സെക്രട്ടറി ശ്രീ ജിഷ്ണു മോഹൻ, ട്രഷറർ ശ്രീ ജിബി പി എബ്രഹാം, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. കേരള SCMന്റെ വൈസ് ചെയർപേഴ്സൺ അനിയൻ, സ്റ്റുഡന്റ് സെക്രട്ടറീസായി സേവനമനുഷ്ഠിക്കുന്ന സോഫിയ സി പോൾ, ജോഷുവ രാജു, മറ്റ് കേരള SCM ഓഫീസ് ബെയറേഴ്സ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം സെന്ററിന്റെ മുൻ ചെയർപേഴ്സൺ, സെക്രട്ടറിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും ഇവിടെ വന്നിരിക്കുന്നു. ഏവരെയും ഒറ്റവാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Today, many students from different regions of India have gathered here from Kannamula Seminary. We welcome you all sincerely to the meeting from the bottom of our hearts. അതോടൊപ്പം തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സീനിയർ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്ന ലീലാമ്മ കൊച്ചമ്മ, വിദ്യാർത്ഥികൾ, മറ്റു സുഹൃത്തുക്കൾ, വന്നുകൂടിയ ഏവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആദിത് ഫോർ ദാറ്റ് വണ്ടർഫുൾ വെൽക്കം. നമ്മുടെ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് SCM പ്രോഗ്രാം സെന്ററിന്റെ ചെയർപേഴ്സണും KUT സെമിനാരി പ്രിൻസിപ്പൽ കൂടിയായ റെവറൻഡ് ഡോക്ടർ CI ഡേവിഡ് ജോയ് അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി റെവറൻഡ് ഡോക്ടർ CI ഡേവിഡ് ജോയ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഏതാനും വാക്കുകളിൽ അധ്യക്ഷ പ്രസംഗം ഞാൻ ചെയ്യുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. 1970-കളിൽ തിരുവനന്തപുരം നഗരത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ SCM യൂണിറ്റുകളെ ഏകോപിപ്പിച്ചിരുന്ന ഒരു നല്ല കൂട്ടം SCM സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. 80-81 ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഈ സെന്ററിൽ ആദ്യമായിട്ട് വരുന്നതും SCM സെന്റർ പട്ടത്ത് തലയുയർത്തി നിന്നിരുന്ന ആ സ്ഥാപനത്തുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നീട് 92 മുതൽ 96 വരെ ഈ സെന്ററിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറായി CSI ദക്ഷിണ കേരള മഹായിടവ പ്രതിനിധീകരിച്ച് ഞാൻ പ്രവർത്തിച്ചു. യാദർച്ഛികമായിട്ടാണ് ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ ഈ സെന്ററിന്റെ പ്രസിഡന്റായിട്ട് വരാൻ ഇടവന്നു. ഇതൊരു ആഘോഷം മാത്രമല്ല, ഇത് ചില ഉറപ്പുകളും മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ചില കാൽവയ്പ്പുകളും ആണ്. കാൽവയ്പ്പുകൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളെല്ലാം ന്യൂ നോർമലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്
ഒളിഞ്ഞുകിടക്കുന്ന പതിഞ്ഞുകിടക്കുന്ന ചില ചതിക്കുഴികളും മുന്നോട്ടുള്ള പ്രയാണത്തെ പിന്നോട്ട് വലിക്കുന്ന ചില ശക്തികളും ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നത്. ടി പത്മനാഭന്റെ വാക്കുകൾ കടമെടുത്താൽ, ഇരുൾ കഴുത്തോളം മൂടി നിൽക്കുന്ന ഈ സമയത്ത് SCM പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒരിത്തിരി വെട്ടമാണ്, നന്മയാണ്, പുതിയ പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂബിലി വർഷത്തിൽ ശരിയായ പാതയിൽ സഞ്ചരിക്കുവാനും ശരിയായ വഴി കാണിച്ചു കൊടുക്കുവാനും കഴിയുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു SCM സംഘത്തെ ഈ സെന്ററിലൂടെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ആഗോളവൽക്കരണമൊക്കെ കഴിഞ്ഞ് പ്രാദേശികവൽക്കരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം 20-30 വർഷങ്ങൾക്ക് മുമ്പ് എത്തി നോക്കിപ്പോയ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുള്ള ഒരു സംഘമൊക്കെ മറഞ്ഞുപോയി. ഇപ്പോ എല്ലാം സ്വാർത്ഥതയും വ്യക്തി താല്പര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇതിനൊരു മാറ്റം വരാൻ പ്രവർത്തിക്കേണ്ടവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് ജൂബിലി വർഷത്തിൽ ഒരുപാട് സ്വപ്ന പദ്ധതികൾ ഒന്നും മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ആകെ ഉള്ള സ്വപ്ന പദ്ധതി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള കോളേജുകളിൽ കുറെ SCM യൂണിറ്റുകൾ ആരംഭിക്കുവാനും കേരളത്തിലെയും ഭാരതത്തിലെയും SCM പ്രവർത്തകരെ 1-2 പ്രാവശ്യമെങ്കിലും ഈ സെന്ററിൽ കൊണ്ടുവന്ന് വളരെ വ്യക്തമായ മാർഗദർശനം നൽകുന്ന ചില പരിപാടികൾ നടത്തുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ജൂബിലി വർഷത്തിൽ ശരിയായ പാതയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു ദർശനവും കാഴ്ചപ്പാടും നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. അടുത്തതായി മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി KUT സെമിനാരിയിലെ SCM സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യും.
ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളോടെ ദൈവം പ്രസാദിച്ചതില്ല. ശാസിച്ചു ഞങ്ങളെ സാധുക്കളുടെ ഭാരമേറ്റി നിങ്ങൾ, നൂകങ്ങൾ തീർത്തു ബന്ധിച്ചു നിങ്ങൾ. സാധുക്കളുടെ ഭാരമേറ്റി നിങ്ങൾ, നൂകങ്ങൾ തീർത്തു ബന്ധിച്ചു നിങ്ങൾ. ഭക്തി കാട്ടുമ്പോൾ നിങ്ങൾ സ്വാർത്ഥത വേടിഞ്ഞില്ല. ഭക്തി കാട്ടുമ്പോൾ നിങ്ങൾ സ്വാർത്ഥത വേടിഞ്ഞില്ല. ഐക്യം നശിപ്പിച്ചു, സ്നേഹം മറന്നു കൽപ്പന ലംഘിച്ചു. മാനത്ത് കാണുവാൻ കാക്കുന്ന വേഴാമ്പൽ പോലെ, മായെ കാണാൻ പതനം കുറിക്കുന്ന വേഴാമ്പൽ പോലെ, ദേവപ്രീതിക്കാൻ നോമ്പും നോറ്റെന്ന് ഞങ്ങളിരുന്നു. ഇട്ടുടുത്തന്ന് വെണ്ണീരിന്മേലെ ഞങ്ങൾ കിടന്നു. ഇട്ടുടുത്തന്ന് വെണ്ണീരിന്മേലെ ഞങ്ങൾ കിടന്നു. ഞങ്ങൾ ഖേദിക്കുന്നു മഹാദയാലുവേ, ക്ഷമിക്കുവജ്ഞത. അപരാധമെല്ലാം നഗ്നരെ കാണുമ്പോൾ വസ്ത്രമേകാം. സാധുക്കളെ ഞങ്ങൾ ചേർത്തുകൊള്ളാം. നഗ്നരെ കാണുമ്പോൾ വസ്ത്രമേകാം. സാധുക്കളെ ഞങ്ങൾ ചേർത്തുകൊള്ളാം. വിശന്നേരിക്കും ദരിദ്രന് അപ്പമേകി മാനിക്കാം. വിശന്നേരിക്കും ദരിദ്രന് അപ്പമേകി മാനിക്കാം. അന്യായബന്ധന ആശങ്ങൾ കൂട്ടിച്ച് മക്കളായിടാം. മായത്ത് കാണുവാൻ കാക്കുന്ന വേഴാമ്പൽ പോലെ, മായെ കാണാൻ വദനം കുറിക്കുന്ന വേഴാമ്പൽ പോലെ, ദേവപ്രീതിക്കാൻ നോമ്പും നോറ്റെന്ന് ഞങ്ങളിരുന്നു. തന്ന് വെണ്ണീരിന്മേലെ ഞങ്ങൾ കിടന്നു. തന്ന് വെണ്ണീരിന്മേലെ ഞങ്ങൾ കിടന്നു. തന്ന് വെണ്ണീരിന്മേലെ ഞങ്ങൾ കിടന്നു. അതിമനോഹരമായ ഗാനത്തിന് നന്ദി. ഉദ്ഘാടന പ്രസംഗത്തിനായി WSF-ന്റെ ചെയർപേഴ്സണായ ഡോക്ടർ ഗീവർഗീസ് മാർക്കോവർലോസ് മെട്രോപൊളിറ്റൻ തിരുമേനിയെ സസ്നേഹം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്തും കണ്ണമൂല സെമിനാരിയുടെ പ്രിൻസിപ്പലും പട്ടത്ത് SCM പ്രോഗ്രാം സെന്ററിന്റെ ചെയർപേഴ്സണുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഡേവിഡ് ജോയി അച്ഛൻ, ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് നമ്മോടൊപ്പമുള്ള നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി റവറൻ ആസിർ എബനേസർ, നാഷണൽ SCMന്റെ ജനറൽ സെക്രട്ടറി റവറൻ ഇമ്പരാജ് ജയകുമാർ, കേരള SCMന്റെ സാരഥികളെ, SCM കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തിരുവനന്തപുരത്തുള്ള നമ്മുടെ SCM സെന്ററിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് ഈ സ്തോത്ര ശുശ്രൂഷ വഴി തുടക്കം കുറിക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷക്കാലം ഈ സെന്ററിനെ നയിച്ച എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജൂബിലി എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. പഴയ നിയമത്തിൽ നിന്നാണ് യോവൽ സംവത്സരം എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് ജൂബിലി എന്ന പ്രയോഗം തന്നെ വരുന്നത്. ആ കാഴ്ചപ്പാടനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് 50-ാമത്തെ വർഷം പ്രകൃതിയും പാവപ്പെട്ടവരും നീതി അനുഭവിക്കേണ്ട വർഷമാണ്. നീതിയുടെ പുനഃസ്ഥാപനം നടക്കേണ്ടുന്ന വർഷമാണ് ജൂബിലി വർഷം, യോവേൽ വർഷം. ആ പാരമ്പര്യമാണ് SCM എല്ലാ കാലത്തും, ഈ പ്രസ്ഥാനമുള്ള എല്ലാ ദേശത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീതിയുടെ ശബ്ദമായി, നീതിയുടെ പ്രവാചകന്മാരായി തുടർന്നുള്ള കാലത്തിൽ നമ്മെ തന്നെ പുനർസമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഈ ജൂബിലി വർഷത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രഥമമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനേറെ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ SCM എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തെ നാം ഈ കാലത്ത് വായിച്ചെടുക്കേണ്ടത് സോഷ്യലി കമ്മിറ്റഡ് മൂവ്മെന്റ്, എല്ലാ കാലത്തും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമായി SCM പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള കാലത്തിലും കൂടുതൽ ശക്തിയോടെ ആ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ സമൂഹത്തിൽ പ്രകടിപ്പിക്കേണ്ടത്. അതാണ് നമ്മുടെ പാരമ്പര്യം. ഇന്നത്തെ കാലത്ത് സ്റ്റുഡന്റ് എന്നുള്ള വാക്ക് പോലും, ആ കോൺസെപ്റ്റ് പോലും പ്രതിസന്ധിയിലാണ്. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കലാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ രൂപാന്തരം സംഭവിച്ച കോൺസെപ്റ്റുകളായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി എന്നാൽ സ്വയം കേന്ദ്രീകൃത, സെൽഫിഷ് ആയിട്ടുള്ള, സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് ഈ കാലം വിവക്ഷിക്കുമ്പോൾ അവരനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത, സ്വന്തം കാര്യങ്ങളും സ്വന്തം കീശയും സ്വന്തം താല്പര്യങ്ങളും മാത്രം ലക്ഷ്യമാക്കുന്ന, അതിനുവേണ്ടി മാത്രം പഠിക്കുന്ന, മാർക്കറ്റിൽ ലാഭമുണ്ടാക്കാൻ മാത്രമുള്ള അറിവ് സമ്പാദിക്കുന്ന, മറ്റുള്ളവരെ കരുതാൻ പ്രേരിപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസവും അതിൻ്റെ കൺസ്യൂമേഴ്സ് ആയിട്ടൊക്കെ വിദ്യാർത്ഥികളെയും അത്തരം അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളായി സർവകലാശാലകളെയും കോളേജുകളെയും സ്കൂളുകളെയും ഒക്കെ കാണുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥി എന്നാൽ അവരനെ കരുതുന്ന ഒരു സ്വത്വമാണെന്നും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ കരുതുന്ന ഒരു സ്വത്വബോധമാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവിലേക്ക്, ആ നീതിയുടെ സങ്കല്പത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള കഠിന ശ്രമങ്ങൾ ഈ കാലത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കും.
നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ വളരെ ആഴത്തിലുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്നൊരു ക്ലീഷേ പോലെ എല്ലാവരും പറയുമെങ്കിലും എത്ര ലാഘവത്തോടു കൂടെയാണ് നമ്മൾ ഈ പ്രശ്നത്തെ കാണുന്നത് എന്നുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രളയത്തിന്റെയും മഹാമാരികളുടെയും ഒക്കെ പ്രതിസന്ധികൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. 2050 അകം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള ടെമ്പറേച്ചർ 1.5 ഡിഗ്രി എങ്കിലും കുറഞ്ഞത് കൂടുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചിട്ട് എത്ര കാലമായി. അതെത്ര ഭീകരമായ ഒരു ഭാവിയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. സീ ലെവൽ ഉയരുകയും പെട്ടെന്ന് രാജ്യങ്ങൾ പോലും മുങ്ങിപ്പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് പസഫിക് രാജ്യങ്ങളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്ന ഒരു ദുരന്ത ഭാവിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എത്ര ഭീകരമായിരിക്കുമെന്നുള്ളതിന്റെ സൂചനകൾ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തും കേരളത്തിലും മഹാപ്രളയങ്ങളുടെ രൂപത്തിൽ ആവർത്തിക്കുമ്പോഴും പാഠങ്ങൾ പഠിക്കാതെ നമ്മൾ വികസനമെന്നും ഒക്കെ പറഞ്ഞ് പ്രകൃതിയെയും മനുഷ്യനെയും തുടർന്നും ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഈ ജീവിതശൈലിയും ഒക്കെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മുടേതായ ഒരു പങ്ക് വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ SCM പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടും. അവിടെയാണ് ഒരു സോഷ്യലി കമ്മിറ്റഡ് മൂവ്മെന്റ് എന്ന നിലയിൽ നമ്മുടെ ശബ്ദം ഉയരേണ്ടതും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജം തേടേണ്ടതും. COVID-19 എന്ന മഹാമാരിയൊക്കെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. ആഗോള ക്യാപിറ്റലിസത്തിന്റെ വികസന സങ്കല്പങ്ങളുമൊക്കെ ആയിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. നവോമി ക്ലെയിൻ ഒക്കെ പറയുന്ന പോലെ ഡിസാസ്റ്റർ ക്യാപിറ്റലിസത്തിന്റെ ചില സംഭാവനകളായിട്ടൊക്കെ തന്നെ നമ്മൾ ഇതിനെ വായിച്ചെടുക്കണം. അപ്പോൾ നീതിയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കണം, പരിസ്ഥിതി സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം, സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കുകയും കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സിസെക്കിനെ പോലെയുള്ളവര് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ യുട്ടോപ്പിയസ് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. പുതിയ ഗ്ലോബൽ സോളിഡാരിറ്റികളുടെ മുഖങ്ങൾ ഉണ്ടാവണം. പാവപ്പെട്ടവരോടും കഷ്ടപ്പെടുന്നവരോടും ഒപ്പം നിൽക്കുന്ന പുതിയ ഐക്യദാർഢ്യങ്ങളുടെ ഭാവങ്ങൾ, നാളെയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ, പുതിയ യുട്ടോപ്പിയകൾ സൃഷ്ടിക്കുവാനായിട്ട് ഈ കാലത്ത് SCM പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിനുള്ള ഒരു ചാലഞ്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടെയായ ഡേവിഡ് ജോയി അച്ഛൻ അടുത്ത കാലത്ത് എഴുതിയ ഒരു ആർട്ടിക്കിളിൽ ബ്രൂഗമാന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വൈറസ് സമൻസ് ടു ഫെയ്ത്ത്. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് തന്നെ ഒരു സമൻസ് ആയിട്ട്, ഒരു ചലഞ്ചായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ പോയ പാതകളിൽ നിന്ന് മാറി പ്രകൃതിയെയും മനുഷ്യനെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും ആദിവാസികളെയും ദളിതരെയും ഒന്നും കരുതാത്ത ഒരു ജീവിത സങ്കല്പവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ വിശ്വാസ കാഴ്ചപ്പാടിനൊരു തിരുത്തൽ ഈ വൈറസ് സമ്മാനിക്കുന്നുണ്ട്. അത് ഗൗരവമായിട്ട് എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം, മതേതരത്വത്തിന് പേര് കേട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ആരാധനയിൽ തന്നെ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം എന്നുള്ളത് നമ്മൾ കേൾക്കുകയുണ്ടായി. മാണ്. പത്തോ 15 വർഷങ്ങൾക്ക് മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വർഗീയതയുടെ ചുവയുള്ള കമന്റുകളൊക്കെ നമ്മൾ വായിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്, നമ്മുടെ മനസ്സുകൾ, നമ്മുടെ യുവത്വം, നമ്മുടെ മനുഷ്യർ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നീതിയുടെ പുനഃസ്ഥാപനത്തിന്റെ യോവൽ വർഷമായി ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളും മാറ്റിയെടുക്കുവാനായിട്ട് SCM എന്ന പ്രസ്ഥാനത്തിന്
പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട് എന്നൊരു ഓർമ്മക്കുറിപ്പ് ഈ ആഘോഷങ്ങൾ നമുക്ക് നൽകുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ മാസം 16-ാം തീയതി ലോക ഭക്ഷ്യദിനമാണ്. നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ വരുന്നതനുസരിച്ച് 116 രാജ്യങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 101-ാമതാണ്. 94-ലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഇപ്പോൾ അത് 101-ാം സ്ഥാനത്തേക്ക് നമ്മൾ പിന്തള്ളപ്പെടുകയാണ്. അത്രമാത്രം പട്ടിണി നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ടുണ്ട്. 2030 വേൾഡ് ഫ്രീ ഓഫ് ഹങ്കർ, പട്ടിണിയില്ലാത്തൊരു ലോകമെന്നുള്ള സങ്കല്പവുമായി മുദ്രാവാക്യമായിട്ട് മുന്നേറുമ്പോഴാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യം 116 രാജ്യങ്ങളിൽ 101-ാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ഇവിടേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുവാൻ ഈ ഓവൽ സംവത്സരം, ഈ ജൂബിലി വർഷം നമുക്ക് പ്രേരണയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വലിയ ദുരന്തങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആളുകൾ ആ കയത്തിൽ മുങ്ങി ചാകുമ്പോൾ, SCMന്റെ മുൻകാല നേതാക്കളൊക്കെ നമ്മളോട് പറയുമായിരുന്നു, ഒരാൾ വെള്ളത്തിൽ മുങ്ങി ചാകുന്നത് നിങ്ങൾ കാണുമ്പോൾ, ജീവൻ രക്ഷിക്കുവാനായിട്ട് മുങ്ങിത്തപ്പി പ്രയാസപ്പെടുന്നത് നിങ്ങൾ കാണുമ്പോൾ എടുത്തു ചാടുക എന്നുള്ളത് നമ്മുടെ ഫെയ്ത്തിന്റെ ഭാഗമാണ്. നമുക്ക് നീന്തൽ അറിയാമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പോലും അവിടെ പ്രസക്തമാണ്. നീന്തൽ അറിയാമല്ല എങ്കിൽ പോലും ആ മുങ്ങിത്താഴുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനായിട്ട് എടുത്തു ചാടുക എന്നുള്ളത് നമ്മുടെ ഫെയ്ത്തിന്റെ ഒരു റിക്വയർമെന്റാണ്, അതൊരു ചാലഞ്ചാണ്. അതാണ് വിദ്യാർത്ഥികളിൽ നിന്നും യുവ സമൂഹത്തിൽ നിന്നുമൊക്കെ ലോകവും സമൂഹവും പ്രതീക്ഷിക്കുന്നത്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഡേവിഡ് ജോയി അച്ഛനും ഞാനും ഒക്കെ കണ്ടംപററീസ് ആണ്. ബാംഗ്ലൂരിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും, അദ്ദേഹം എൻ്റെ ജൂനിയർ ആയിരുന്നു. ഞങ്ങളൊരു ഹോസ്റ്റലിൽ താമസിച്ച് സഹോദരങ്ങളെ പോലെ ജീവിച്ചവരാണ്. ഞങ്ങളെയൊക്കെ ഒത്തിരി സ്വാധീനിച്ച ഞങ്ങളുടെ ഒരു ഗുരുനാഥനായിരുന്നു ഡോക്ടർ KC എബ്രഹാം അച്ഛൻ. അദ്ദേഹം SCMന്റെയും ഒരു വലിയ നേതാവായിരുന്നു, വിഷണറി ലീഡറായിരുന്നു. അച്ഛൻ ഞങ്ങളോട് പറയാറുള്ള ഒരു കഥ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 2 ചെറുപ്പക്കാർ ഒരു ട്രെയിൻ യാത്ര നടത്തുന്ന കഥയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാര് തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി എറണാകുളത്തേക്കാണ് യാത്ര. യാത്ര തുടങ്ങി ആദ്യത്തെ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. 2 പേരും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്തോ ചായ വാങ്ങി കുടിച്ചു. അപ്പൊ ചായ കുടിക്കുന്നവരിടയിൽ ഇതിൽ കൂട്ടുകാരിൽ ഒരാൾ തന്റെ പോക്കറ്റിൽ നിന്ന്, അച്ഛൻ അന്ന് പറഞ്ഞ കഥയിൽ 100 രൂപ നോട്ടാണ്, 100 രൂപ നോട്ടായിരുന്നു ലാർജസ്റ്റ് ഡിനോമിനേഷൻ. ഇന്നത് 2000 ആക്കി ഞാൻ മാറ്റുകയാണ്. പോക്കറ്റിൽ നിന്ന് 2000 രൂപയുടെ ഒരു നോട്ട് എടുത്ത് കടക്കാരന് കൊടുക്കുകയാണ്, ഓഫർ ചെയ്യാണ്. അപ്പൊ മറ്റേ എന്തോ വാങ്ങിക്കഴിച്ചു, വടയോ എന്തെങ്കിലും വാങ്ങിക്കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ആദ്യത്തെ സ്നേഹിതന്, ബുദ്ധിമാനായ മനുഷ്യൻ, അയാളുടെ പോക്കറ്റിൽ നിന്ന് വീണ്ടും 2000 രൂപയുടെ നോട്ട് എടുത്ത് കടക്കാരന് കൊടുത്തു. അപ്പൊ പാവപ്പെട്ട സ്നേഹിതൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ചില്ലറ ഇനിയുണ്ട്, താങ്കളുടെ 2000 രൂപ നോട്ട് മാറണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ചില്ലറ കൊടുത്ത് അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്ത് അവർ വീണ്ടും യാത്ര തുടരുകയാണ്. അച്ഛൻ്റെ കഥയനുസരിച്ച് ആ ട്രെയിൻ യാത്രയിൽ ഉടനീളം പല സ്റ്റേഷനുകളിലും ഈ നാടകം ആവർത്തിച്ചു. എന്തെങ്കിലും വാങ്ങിക്കഴിക്കും, ബുദ്ധിമാനായ സ്നേഹിതൻ 2000 രൂപ നോട്ട് എടുത്ത് പൊക്കി വെക്കും, മറ്റവനത് തടഞ്ഞ് അവൻ്റെ പോക്കറ്റിലെ ചില്ലറ കൊടുത്ത് അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. എറണാകുളത്ത് യാത്ര തീരുമ്പോൾ, എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ആദ്യത്തെ സ്നേഹിതന്റെ പോക്കറ്റിലെ 2000 രൂപ നോട്ട് അങ്ങനെ തന്നെ സുരക്ഷിതമായിട്ടിരിക്കും. പാവപ്പെട്ട സ്നേഹിതന്റെ പോക്കറ്റിലെ ചില്ലറ മുഴുവൻ ആ സമയത്ത് തീർന്നിട്ടുണ്ടാവും. അച്ഛൻ ചോദിക്കും, നമ്മളിതിൽ ആരെ പോലെയാണ്? SCM ഈ 2ാമത്തെ സുഹൃത്തിന്റെ സ്പിരിറ്റ് ഉള്ളവരായിരിക്കും. നമുക്കുള്ളതെല്ലാം ചില്ലറയാക്കപ്പെടേണ്ടതാണ്.
നമ്മളൊരു താങ്ക്സ് ഗിവിംഗ് സർവീസ് ആണ് നടത്തിയത്. 50 വർഷം ഈ പ്രസ്ഥാനത്തെ തിരുവനന്തപുരത്ത് ഈ സെന്ററിനെ നയിച്ച ദൈവകൃപയ്ക്കായിട്ട് നമ്മൾ ദൈവത്തെയും അതിന്റെ പ്രവർത്തകരെയും എല്ലാം നന്ദിയോടെ സ്മരിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സ്തോത്ര ശുശ്രൂഷയോട് കൂടിയാണ് നമ്മൾ ഇത് തുടക്കം കുറിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ യൂക്കറിസ്റ്റോ, അതിൽ നിന്നാണ് യൂക്കറിസ്റ്റ്, കുർബാന എന്ന വാക്ക് വരുന്നത്. ആ വാക്കിന്റെ അർത്ഥം നന്ദി പറയുക എന്നാണ്. അപ്പൊ ദൈവത്തിന് നന്ദി പറയുന്നതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മുറിക്കപ്പെടലാണ്. കർത്താവിന്റെ ശരീരം മുറിച്ച് പങ്കിടുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 2000 രൂപ നോട്ട് മുറിച്ച് ചില്ലറയാക്കുന്നതാണ് SCM സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് ചില്ലറയാക്കി ഇല്ലാത്തവരുമായിട്ട് പങ്കിടുന്ന ഒരനുഭവം, മുറിക്കപ്പെടലാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. മുറിക്കപ്പെടലാണ് നന്ദി പറയുക എന്നുള്ളതിന്റെ അർത്ഥം. ഈ 50 വർഷം ദൈവകൃപ വ്യാപരിച്ച് ഈ പ്രസ്ഥാനത്തെ തലസ്ഥാന നഗരിയിൽ അർത്ഥവത്തായ ഒരു സാന്നിധ്യമായിട്ട് ഉയർത്തിയ ദൈവകൃപയ്ക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ ആ വാക്ക് ദ്യോതിപ്പിക്കുന്ന മുറിക്കപ്പെടലിന് ഈ പ്രസ്ഥാനവും അതിനെ നയിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും തയ്യാറാവണം. മുറിക്കപ്പെട്ടവർക്ക് വേണ്ടി മുറിക്കപ്പെടാനുള്ളതാണ് നമ്മുടെ ജീവിതങ്ങൾ എന്നുള്ളത്. അതാണ് കുരിശിലെ വലിയ സന്ദേശം. യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ തന്നെ തന്റെ ശരീരത്തെയും തന്നെ തന്നെയും മുറിക്കപ്പെട്ടവനായി ലോകത്തിന് പങ്കുവച്ചതാണ്, ദാനം നൽകിയതാണ്, ബലി നൽകിയതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ മുറിക്കപ്പെടലിന്റെ ആത്മാവിൽ, ഒരു മുറിക്കപ്പെട്ട ലോകത്തിൽ മുറിക്കപ്പെടുന്നവരോട് ഏകീഭവിക്കുന്ന, ഐക്യദാർഢ്യപ്പെടുന്ന ഒരു സ്പിരിറ്റ് ആത്മാവ് വീണ്ടെടുക്കുവാൻ, നീതിയുടെ സാകല്യത്തിന്റെ പുനഃസ്ഥാപനത്തിനായി നമ്മെ തന്നെ പുനർസമർപ്പിക്കുവാനും ഈ ആഘോഷം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I also want to take this opportunity to express my deepest sense of gratitude on behalf of Kerala ICM to the National Council of Churches in India, particularly to the General Secretary, Reverend Asir Ebenezer, and also to Reverend Imbraj Jayakumar, the General Secretary of the National SCM, for their gracious presence with us this evening. We are truly grateful to both NCCI and the SCM India for their patronage and support that we have experienced in Kerala. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്നെയും ഈ അർത്ഥവത്തായ ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിന് കേരള ICMന്റെ നേതാക്കളോട്, പ്രത്യേകിച്ച് ക്രിസ്റ്റിയോടുള്ള സ്നേഹം, നന്ദി അറിയിക്കുന്നു. തുടർന്നും ഉപ്പിന്റെ രസമുള്ള ചാലകശക്തിയായി ഇരുട്ടുള്ള ലോകത്ത് അച്ഛൻ ഓർപ്പിച്ച പോലെ ഇത്തിരി വെട്ടമായി മാറുവാൻ നമുക്ക് ഈ പ്രസ്ഥാനം വഴി, നമ്മുടെ ചിന്തകൾ വഴി, നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ശ്രമിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ പുനർസമർപ്പണം ചെയ്യുവാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ ജൂബിലി വർഷത്തിൽ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നമ്മുടെ ദാസേട്ടനെ പോലെയുള്ളവരെ സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. അങ്ങനെ എത്രയോ ആളുകൾ തങ്ങളുടെ ആയുസ് മുഴുവൻ, ആയുസിന്റെ ഒരു പ്രധാന ഭാഗം മുഴുവൻ സെന്ററിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചവരെയൊക്കെ നന്ദിയോടെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. സെന്റർ തുടർന്നും നീതിയുടെ ഒരിടമായി, പാവപ്പെട്ടവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഒക്കെ ആശ്രയമായി, പ്രകാശമായി മാറുന്ന ഒരിടമായി പരിലസിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ ജൂബിലി പരിപാടികൾ ദൈവനാമത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you, dear Tirumeni, for that inaugural address. SCM പ്രോഗ്രാം സെന്ററിന്റെ ഗോൾഡൻ ജൂബിലി ലോഗോ പ്രകാശനത്തിനായി പ്രോഗ്രാം സെന്റർ മാനേജിംഗ് കമ്മിറ്റി അംഗം ലീലമ കൊച്ചമ്മയെയും SCM കേരള റീജിയന്റെ വൈസ് ചെയർപേഴ്സൺ അനീന ബി അനിയനെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.
ആരംഭം കുറിക്കുന്ന ഈ ദിവസത്തില് ബഹുമാനപ്പെട്ട അച്ഛനും അഭിനന്ദ തിരുമേനിയും ഒക്കെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ശക്തമായ കരങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് നീട്ടിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുവാൻ നമ്മുടെ ഈ ഉദ്ഘാടന ദിനത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഈശ്വരൻ ചൊരിഞ്ഞു തരട്ടെ എന്നും നമുക്ക് ആവശ്യമായ ശക്തി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ജൂബിലി വർഷത്തിന്റെ ലോഗോ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഔപചാരികമായി അടുത്തതായി ഗോൾഡൻ ജൂബിലി പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യുന്നതിനായി SM കേരള പ്രോഗ്രാം സെക്രട്ടറി മിസ്റ്റർ ക്രിസ്റ്റി മാത്യു ജോൺ അച്ചാച്ചനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. SCMന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ് വിദ്യാർത്ഥികളുടെ ജീവിത രൂപീകരണത്തിൽ ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ളത്. ഈ 21ാം നൂറ്റാണ്ടിന്റെ ഈ ദശകത്തിൽ ആ നിയോഗത്തോട് ഒരു പടി കൂടി ആത്മാർത്ഥത പുലർത്തുന്നതിനായി തിരുവനന്തപുരം SCM പ്രോഗ്രാം സെന്ററിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ആദ്യത്തേതായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാഹിത്യ സൃഷ്ടികൾക്ക് വേണ്ടി SCMന് ഒരു പബ്ലിക്കേഷൻ ഹൗസ്, അതിന്റെ ആദ്യത്തെ വർക്കായി ഈ ജൂബിലി വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിദിന ധ്യാന പുസ്തകം സൃഷ്ടിക്കാൻ പദ്ധതിയിടുന്നു. അതോടൊപ്പം തന്നെ ഈ പബ്ലിക്കേഷൻ ഹൗസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ശില്പശാലകളും മറ്റും നടത്തപ്പെടുകയും ചെയ്യും. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്യൂറേറ്റ് ചെയ്ത പുസ്തകങ്ങളുടെ ഒരു ചെറിയ കേന്ദ്രവും ഈ സെന്ററിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി 2016 ഡോക്ടർ BR അംബേദ്കറിന്റെ 125ാം ജന്മദിനത്തിന്റെ അനുസ്മരണാർത്ഥം SCM പ്രോഗ്രാം സെന്ററിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഡോക്ടർ BR അംബേദ്കർ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ്. സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ക്രിയാത്മകമായി സംവദിക്കുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന അംബേദ്കർ പഠനങ്ങളും കൾച്ചറൽ സ്റ്റഡീസിന്റെയും കേന്ദ്രമാണ് ഈ സ്ഥാപനം. കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. എന്നാൽ ഈ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് 2 പ്രധാന വിഷയങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുന്നു. അതിൽ ആദ്യത്തേത് ദളിത് ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കുവാനും അതിനെ കേരളത്തിന്റെ പൊതുബോധത്തിൽ ചർച്ചയിൽ കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമമായിട്ടുള്ള ഒരു പഠന പരമ്പര. രണ്ടാമതായി ദളിത് സ്ത്രീകളും പെൺകുട്ടികളായ വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന ബഹുതല പ്രശ്നങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ചുള്ള പഠനവും. ഇവ രണ്ടുമാണ് ഈ വർഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാന പദ്ധതികൾ. പക്ഷേ ഇത് കൂടാതെ പല തലങ്ങളിലുള്ള SCM മുതിർന്ന സുഹൃത്തുക്കളുടെ മീറ്റിങ്ങുകളും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളുമായി ചേർന്നുള്ള പഠന സമ്മേളനങ്ങളും കോണ്ടംപററി ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ആലോചനയിലും ചിന്തയിലും ഉണ്ട്. ഈ മീറ്റിങ്ങിന്റെ മുമ്പാകെ, ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും മുമ്പാകെ ഈ വർഷത്തെ SCMന്റെ ഗോൾഡൻ പ്രോഗ്രാം സെന്ററിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചുള്ള ഈ പദ്ധതികൾ ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. ഇതിനോട് ആത്മാർത്ഥത പുലർത്തുവാനും ഇതിനുവേണ്ടി കാര്യക്ഷമമായി വർക്ക് ചെയ്യാനുമുള്ള കൃപയും കരുണയും ദൈവം ചൊരിയണമേ എന്ന് നിങ്ങളേവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇതിന്റെ ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ക്രിസ്റ്റി ചാച്ച. അടുത്തതായി
ആശംസകൾ അറിയിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി സ്റ്റുഡന്റ് ക്രിസ്ത്യൻ മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി റവറൻ ഇൻപരാജ് ജയകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യും. Dear student friends, our WFCF Global Chairperson, Bishop George, David Jai sir, Sam sir, and all my dear friends in SCM Kerala, the Program Secretary Christy and the former Program Secretary Lavin. Friends, it is indeed a moment of joy, thanking God that we are looking back for all the 50 years of existence of the center, which has given a new meaning in their lives. A small place made big transformative work in the life of the Kerala SCM. It was not a smooth journey, but yet God's steadfast guidance and love brought us all at this stage that we thankfully remembering the work and the toil of the former mothers and fathers who stood up and built this center. Without hesitation, I can boldly say that SCM Kerala is always vibrant and creative in organizing student community. As we read in the scripture today, we again and again affirm that they all may be one. The high priestly prayer of Jesus Christ invites us to bring relationships together with the core principle of justice. At this time, we face a lot of challenges in our lives during this COVID-19 period. We are posing threat from our ecosystem, the communal uprise, challenges in the higher education in India, threat to life itself. In these kinds of situations, we are all challenged and invited by God to participate in his mission in a holistic way, to become contextually responsive. As Bishop rightly said, how do we respond during these times of challenges? We are committed to build the relationships, breaking the barriers which negate life. And my dear friends, we continue to sing again and again that one day we'll reach a new just world. The officers of SCM National, the staff, students, and each and every senior friends who's associated with SCM brings greetings and conveys their best wishes to the Kerala SCM, particularly the Program Center, which initiates its jubilee today to bring more meaning into the lives of many. Let this jubilee be a challenging one, be a joyous one, be a life-giving one to the community. I wish the center, the Program Center, Pattam Center, to see its 100 years of existing in this world, strongly uprising its values of justice, peace, and human dignity
with the integrity of creation. Once again, my dear friends, a warm greetings from National Office to the Program Center that we all love, that we all say Patam Center. Best greetings to the Managing Committee who takes care of the center very well, inviting every student without any difference. I think that is the message that we give to the larger world. With this verse, I pray and wish this center stands forever for the being of the humanity. Thank you. I think the audio is not connected. The audio is not connected. Christy, we don't hear anything. It's silent. Somebody has to call them there in the center. ആശംസാ പ്രസംഗത്തിനായി NCCIയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന റെവറൻഡ് അസർ എബനേസർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. I suppose you want me to speak now? Yes. Okay. Respected Chairperson of the Program Center, Office Bearers of the SCM Kerala, respected Thirumeni, Givargis Markuros, Reverend Inbaraj, Jay Kumar, senior friends of the movement. I'm able to see Dr. Jesuda Satyal, Dr. Vincent Rajkumar, Joseph Samuel Achan, and several others. Students of the Student Christian Movement, both in Kerala and from other parts of the country and the world. Please accept the greetings of the leadership of the National Council of Churches in India on the occasion of the inauguration of the Golden Jubilee year of the Program Center. I suppose this is a very significant event, occasion in the life of SCM Kerala and also of SCM India. As I listen to you, this center has been of immense importance to the ecumenical formation of several students and senior friends as well. I also
am told of the Association of the National Council of Churches in India and the Program Center, and I'm grateful to God for your contributions to the ecumenical formation of young people across the country. I wish you well for the plans of the year. I was able to make out that you were having many programs with regard to Dalit students, Dalit women, and I'm grateful to God for this focus that you are able to bring, among others, in your Jubilee year. And I pray that God will give you the courage, the grace, the guidance, and the wisdom to make this year a memorable occasion. I remember with thanksgiving to God, those established who established this center, as well as those who are connected with this program center in the present and in the past. I just want to leave you with 3 words which are in a way connected to the backdrop that I have, if it is visible to you. The one that is on my left is a stupa, which is in Nagpur, is in the place where Dr. Baba Saheb Ambedkar embraced Neo-Buddhism as a mark of rebellion to the Brahmanical Hinduism, particularly the caste system. This stupa and this place is very significant because on the 14th of October, several years ago, Dr. Baba Saheb Ambedkar, along with 600,000 others, embraced Neo-Buddhism in this very spot in Nagpur, and is very significant for people as they remember this event every year and throng to Nagpur every year. It's very significant because in today's context, affirmation of freedom of religion and or belief, which is associated with freedom of expression, freedom of speech, and several other freedoms are curtailed. And therefore, it is important for us to remember that this particular stupa and several other symbols of conversion is very important in our context. We do not have a right to convert anybody else, but certainly each one of us have a right to convert ourselves to any religion that we want to profess, practice, and propagate. This is a freedom that is associated with the human rights movement, and therefore it is very significant for us as we work together as people who affirm a pluralistic society. With conversion, I also want to leave you with the word constitution, which is not well read in this country, not well exposed among religious groups, particularly from the Christian context. If I have to speak, we have had innumerous Bible studies, but not many legal education programs on the Constitution of India, which is the basis of our being together. So on my right is the bust of Dr. B.R. Ambedkar, a national leader, a person who gave to us this sacred document, which holds us together. Of course, we have had several, more than 100 amendments, because the Constitution has to be a living document. Yet, it is very relevant to us, and we need to keep that as sacred. And I would also dare say as sacred as the Bible is to us to hold together as a community of faith, because it affirms citizenship rights over consumer rights. Today, with market-driven economy, market-driven countries, market-driven policy making, market-driven international relations and national politics, where we are seen only as consumers, there is a need to affirm that we are citizens in this country. And therefore, to remember the Constitution, to learn it, to educate people on the Constitution is of immense importance. And I would leave it to your thought. The third C that I want to leave with you today is communal harmony, which is a journey which we undertake from mutual juxtaposition, where we said, you stay where you are, I stay where I am, to peaceful coexistence, saying hello, hello on each other's festivals,
onward to dynamic intermingling of peoples of different faiths or beliefs. And this communal harmony is of immense importance to us in today's context and needs to be affirmed, particularly with the sensationalization of conflict in media. Affirmation of communal harmony, intermingling, dynamic intermingling of religious communities is of immense importance for us as we work together and chalk out our journey together as living people in this country. You as SCMers, I suppose, are well placed both in your nature as well as in your location. In your nature as students, as young people, and with your community peers. There are many areas where we cannot move, but you can. And that is of immense importance. So you are well placed in terms of your nature and also in terms of your location as local units, as state units, as regional units, as national units, as Asian unit, and as global WSCF. And also at this point in time, having a person in the status of Georgis Kouroulos Tyrmeni, Georgis Markouroulos Tyrmeni, as the chair of WSCF, the right moment for us to engage in global advocacy of local issues, which then can be sorted out with strength. I would exhort you in this year to also look at your programs from the perspective of affirmation of fundamental rights, affirmation of our constitutional rights, affirmation of the right of conversion of each individual in this country, not just of Christians, to look at constitution education among the masses, work on dynamic intermingling leading to communal harmony. Use the times, utilize your connections, usher in an era of sustainability, sovereignty of all peoples of the world, sexuality and gender inclusivity of peoples of all abilities, and such others. I wish you well in this Golden Jubilee year. Kerala is accosted with floods time and again, and I understand that you're reeling under disaster just now. And if there's anything that SCM Kerala would like to intervene and would like the accompaniment of the National Council of Churches in India, do connect with us, and we will ask our service wing, the Christian Service Agency, to work alongside with you in whatever way we can. Best wishes. God bless you. നമസ്കാരം. SCM പ്രോഗ്രാം സെന്ററിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഇന്നത്തെ യോഗ അധ്യക്ഷനുമായിരിക്കുന്ന ബഹുമാനമുള്ള ഡേവിഡ് ജോയ് അച്ഛൻ, നമുക്ക് എല്ലാവർക്കും അഭിമാനമായി മാറിയിരിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് മാർക്കുലോസ് ബിഷപ്പ്, ചെയർപേഴ്സൺ ഓഫ് WSCF, Reverend Inbaraj, General Secretary, Students Christian Movement of India, Reverend Asir Ebenezer, General Secretary, NCCI, Mr. Matthew Sam, Chairperson, SCM Kerala, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആശംസകൾ നേരുവാൻ എനിക്ക് ലഭിച്ച ഈ വലിയ അവസരത്തിനായും ക്ഷണത്തിനായും പ്രത്യേകം എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലായ്പ്പോഴും SCMന്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളും സാമൂഹിക പ്രതിബദ്ധതയുമാണ് എന്നെ SCMലേക്ക് ആകർഷിച്ചത്. ആ കൂടിവരവുകളിലെല്ലാം സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിലും നീതിപൂർവമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതിനും ഒക്കെയും സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കൂടിവരവുകളിലൂടെ കേരള SCMന്റെ ചെയർപേഴ്സൺ എന്ന ഒരു സ്ഥാനത്തേക്ക്
പ്രവർത്തിക്കുവാൻ, ആ ഉത്തരവാദിത്വം എടുക്കാൻ ലഭിച്ചത് എൻ്റെ ദൈവത്തിന്റെ നിയോഗമായി ഞാൻ മനസ്സിലാക്കുന്നു. SCM പ്രോഗ്രാം സെന്റർ, പട്ടത്തുള്ള സെന്റർ എല്ലായ്പ്പോഴും വിദ്യാർത്ഥികളുടെ ഇടമായി മാറിയിട്ടുണ്ട്. അത് വെറും ഒരു കൂടിവരവിന്റെ ഇടമായിരുന്നില്ല, എന്നാൽ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു ഇടമായി പലപ്പോഴും തീർന്നിട്ടുള്ളതും അതിന് ദിക്സാക്ഷി വഹിക്കുവാൻ ഇടയായതിലും ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഐക്യത്തിന്റെ ഇടമായി വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും അഭിപ്രായം പ്രകടമാക്കുവാനും അവരുടെ വ്യക്തിത്വ വികസനത്തിന് സഹായകരമായ ഇടമായും മാറിയിട്ടുണ്ട്. അങ്ങനെ 50 വർഷം പിന്നിട്ട ഈ നിമിഷത്തിൽ ദൈവത്തിന് നന്ദി കരറ്റുന്നതായ ഈ സന്ദർഭത്തിൽ അത് SCMന്റെ മുൻകാല നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഇന്ന് ലോകത്തിലും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലും ഇന്ന് ധീരമായ നേതൃത്വം കൊടുക്കുവാൻ അവരെ പര്യാപ്തമായ ഈ സെന്ററിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ബഹുമാനമുള്ള കുർലോസ് ബിഷപ്പ് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു. മതവൈര്യം, വർഗീയത ഏറ്റവും ശക്തമായ രീതിയിൽ പടർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇന്ന് സ്കൂൾ തലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള മതവൈര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ ബ്രദറിന്റെ മകൾ പറയുകയുണ്ടായി, അവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്നത് അവർ പള്ളിക്കാരാണ്, അവർ അമ്പലക്കാരാണ് എന്ന രീതിയിലാണ്. ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഇത്തരത്തിലുള്ള മതവൈര്യം നിറയ്ക്കുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്ന് സ്കൂൾസും കോളേജസും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളുടേതായ ഉത്തരവാദിത്വം വളരെ ഏറെയാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്? ഈ മതവൈര്യത്തെ നമ്മൾ ഇല്ലാതാക്കി മതസൗഹൃദം എങ്ങനെ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന രീതിയിൽ ചിന്തിക്കേണ്ട കാലമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് കോളേജുകളിൽ കൊല്ലുന്ന പ്രണയമാണ് നമ്മൾ കാണുന്നത്. നല്ല പ്രണയങ്ങളൊക്കെയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, എന്നാൽ അതിന്റെ സ്ഥാനത്ത് പ്രണയങ്ങളെല്ലാം ഇന്ന് കൊല്ലുന്ന പ്രണയങ്ങളായി മാറുന്നതായ ദുഃഖകരമായ, സങ്കടകരമായ, വളരെ ഞെട്ടിക്കുന്നതായ സംഭവങ്ങൾ നമ്മൾ ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇതിന് വ്യത്യസ്തമായി നല്ല പ്രണയങ്ങൾ ഉണ്ടാവട്ടെ, ലിംഗനീതി ഉറപ്പാക്കുന്നതായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. ബിഷപ്പ് ഓർപ്പിച്ചതുപോലെ നീതിയുടെ പ്രവാചകരായി നമ്മൾ മാറണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ വളരെ അബ്യൂസീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെ സ്നേഹത്തിലൂന്നിയതായ ബന്ധങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും, എങ്ങനെ ലിംഗനീതി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്ന് ഏറെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. ഉത്ഭവ സ്ഥാനത്തിൽ നിന്നും അതിശക്തമായ രീതിയിൽ ഒരു നദി ഒഴുകുമ്പോൾ അത് ഒഴുകുന്നതായ ഇടങ്ങളിലെ മാലിന്യങ്ങൾ എല്ലാം തന്നെ തുടച്ചു നീക്കി ശുദ്ധീകരിച്ച് അതൊക്കെയും തണ്ണീർ നിലങ്ങളാക്കി മാറ്റി, ഫലഭൂയിഷ്ടമുള്ള നിലങ്ങളാക്കി മാറ്റി, നല്ല വിളവുകൾ ഉണ്ടാകുന്ന നിലങ്ങളാക്കി മാറ്റുന്നത് പോലെ യൗവനകാലത്തെ ഊർജം ഇത്തരത്തിൽ ശക്തമായി ഒഴുകി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അഴുക്കുകളെ അത് കഴുകിക്കളയുവാൻ തക്കവണ്ണം അവിടെയൊക്കെയും നല്ല നിലങ്ങളായി രൂപാന്തരപ്പെടുത്തി നല്ല വിളവുകൾ, മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതായ വിളവുകൾ ഉണ്ടാകത്തക്ക രീതിയിൽ ഇന്ന് ഈ സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെന്റ് ഒഴുകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. അങ്ങനെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കത്തക്ക കിങ്ങിൻ്റെതായ ഒരു കോട്ട് ഞാൻ ഇവിടെ ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ ഈ ആശംസകൾ ഇവിടെ
ഞാൻ അവസാനിപ്പിക്കാം. Finally, I leave you with this inspiring quote by Martin Luther King: "An individual has not started living until he or she rises above the confines of his or her individualistic concerns to the broader concerns of all humanity." തന്റെ സ്വാർത്ഥ ചിന്തതകളെ ഒരു വ്യക്തി വെടിഞ്ഞ് വിശാലമായ കാഴ്ചപ്പാടിലൂടെ അവരനു വേണ്ടി, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൾ ജീവിച്ചു തുടങ്ങുന്നത്. ഇത്തരത്തിൽ നമ്മുടെ വാക്കുകൾ ഉണ്ടാവട്ടെ. അതിന് ഈ SCM പ്രോഗ്രാം സെന്റർ അതിനൊരിടമായി രൂപാന്തരമാകട്ടെ, തുടർന്നും ഇടമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mrs. Omana K. Matthew, for the felicitation. ആശംസാ പ്രസംഗത്തിനായി SCM കേരള റീജിയൻ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്ന മാത്യു സാം സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അനന്തരം ആശംസകൾ അർപ്പിച്ച റവറൻഡ് ഇൻബരാജ് ജയകുമാർ, റവറൻഡ് ആസിർ എബനേസർ, മിസസ് ഓമന കെ മാത്യു, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. ചരിത്ര പ്രാധാന്യമുള്ള ഈ നിമിഷത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. SCM പ്രോഗ്രാം സെന്റർ, പട്ടത്തിലെ SCM സെന്റർ, അത് ഞങ്ങളെ സംബന്ധിച്ച്, SCMേഴ്സിനെ സംബന്ധിച്ച്, ഇറ്റ് ഈസ് സോ ക്ലോസ് ടു അവർ സോൾ. ഇതൊരു SCMന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി എന്ന നിലയിൽക്കാൾ അപ്പുറം, SCMന്റെ ഒരു ക്യാപിറ്റൽ അസറ്റ് എന്നതിനേക്കാൾ അപ്പുറം, കേരള റീജിയൻ SCMന്റെ ആത്മാവാണ് ഈ സെന്റർ. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തും ആലോചിക്കുകയായിരുന്നു, തിരുവല്ല മാർത്തോമ കോളേജിലെ എൻ്റെ യൂണിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ SCMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇടം ഈ സെന്ററാണ്. അതെന്റെ മാത്രം കാര്യമല്ല എന്നെനിക്കറിയാം. ഒരു വലിയ തലമുറ, ജോൺ ഷാമുവേൽ സാർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ആ തലമുറയുടെ അധ്വാനമാണ് ഈ സെന്ററിനെ യാഥാർത്ഥ്യമാക്കി തീർത്തത്. ആ തലമുറ മുതൽ ഇന്നിവിടെ വേദിയിലായിരിക്കുന്ന ആദിത്യന്റെയും അനീനയുടെയും തലമുറ വരെ SCMന്റെ കേരള റീജിയനിലെ SCM പ്രവർത്തകരെ ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തിയ ഒരു കണ്ണി കൂടിയാണ് ഈ പ്രോഗ്രാം സെന്റർ. അതുകൊണ്ട് തന്നെ ഈ സെന്റർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കെട്ടിടത്തിനേക്കാൾ അപ്പുറം വളരെ ജൈവികമായ ഒരു ഇടമാണ്, വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെന്റർ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക്, അടുത്തൊരു ചൂടിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം, അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്ന ഈ സമയം, നമുക്ക് നമ്മളുടെ ദർശനത്തിനെ വളരെ പ്രോഗ്രാമുകളുടെ ഒരു വലിയ ലിസ്റ്റ് ഒന്നും ഇവിടെ ക്രിസ്റ്റി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല. കാര്യമാത്ര പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം. ഒരു അറിവിന്റെ സമൂഹമായി, നോളജ് സൊസൈറ്റി ആയിട്ടൊക്കെ മാറുവാൻ കേരള സമൂഹവും ബോധപൂർവമായി ശ്രമിക്കുന്ന ഈ ഒരു സമയത്ത് SCMും ഇടപെടുന്ന ആ ഒരു മേഖലയിലാണ്. അറിവിനെ കൂടുതൽ സാമൂഹികവൽക്കരിക്കാനായിട്ടും സമൂഹത്തിലേക്ക് അറിവിന്റെ ഒരു പാലമായി പ്രവർത്തിക്കാനായിട്ടും ഉള്ള ഒരു ഇടമായി കൂടെ നമ്മൾ സംശയമില്ല. അഥവാ അവിടെയാണ് SCM സെന്ററിന്റെ ഭാവിയുടെ പ്രവർത്തന മേഖല കിടക്കുന്നത് എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും ഐക്യവും സഹകരണവും ആവശ്യമാണ്. ഗോൾഡൻ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന SCM സെന്റർ, പട്ടത്തെ SCM സെന്ററിന് കേരള റീജിയൻ SCMന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും യൂണിറ്റ് തലത്തിൽ തൊട്ട് പ്രവർത്തിക്കുന്ന SCM അംഗങ്ങളുടെയും സീനിയർ ഫ്രണ്ട്സിന്റെയും മറ്റ് എല്ലാ SCM സുഹൃത്തുക്കളുടെയും നാമത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
നന്ദി മാത്യു സംസാർ. നന്ദി. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ ഡേവിഡ് ജോയി അച്ഛൻ, അഭിവന്യ കൂർലോസ് തിരുമേനി, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ ചടങ്ങിന് പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുമേ, വളരെ സങ്കടമായ ഒരു സന്ധ്യയാണ്. പക്ഷെ കേരളം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഇതുപോലെ ഒരു യോഗം ഈ നിലയിലെങ്കിലും ധന്യമായിട്ട് നടത്താനിടയായത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയായിട്ട് തന്നെ കാണുന്നു. 50 വർഷം അത് ഒരു സ്റ്റുഡൻറ് മിനിസ്ട്രിയെ സംബന്ധിച്ചോളം വളരെ പ്രസക്തമാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയെ കുറിച്ച് പറയുന്നത് അതിൻ്റെ തുടർച്ചയ്ക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളതാണ്. ആ പ്രതിസന്ധി വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചോളം, വിദ്യാർത്ഥികളുടെ സംഘടനയെ സംബന്ധിച്ചോളം, സമൂഹത്തെ സംബന്ധിച്ചോളം വളരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും മഹാരഥന്മാരായ അനേകരുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ 50 വർഷം SCMന്റെ ഈ സെന്ററിനെ നിലനിൽക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ളത് പ്രോഗ്രാം സെന്ററിന്റെ ചെയർപേഴ്സൺ ഡേവിഡ് ജോയി അച്ഛനാണ്. ഞാൻ പല കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ഇരുന്നിട്ടുള്ള അച്ഛൻ്റെ അധ്യക്ഷ പദവിയിലുള്ള യോഗത്തിന് ഞാൻ കാണുന്ന പ്രത്യേകത, ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഗുരുവായിരുന്നു ഈയിടെ അന്തരിച്ച KM റോയ് സാർ. സാർ പറയും, ഒരു മാറ്റർ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള മാറ്റർ വരുമ്പോൾ അതിനെ കട്ട് ചെയ്യുക, കട്ട് ടു ദ കോ, അങ്ങേ അറ്റം വരെ കട്ട് ചെയ്യുമ്പോഴായിരിക്കും വാർത്ത ഉണ്ടാവുക എന്ന് പറയും. എത്ര വലിയ വിഷയമാണെങ്കിലും ഡേവിഡ് ജോയി അച്ഛൻ വളരെ പെട്ടെന്ന് അതിൻ്റെ കോറിലേക്ക് എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വിഷയമാണെങ്കിലും 1 മണിക്കൂർ ഉണ്ടാക്കി അവസാനിപ്പിക്കുക, അതിനൊക്കെ താന്നു. പക്ഷെ എല്ലാത്തിലും തീരുമാനം ഉണ്ടായിരിക്കും. എനിക്കൊന്ന് ആ ഒരു ഷാർപ്നെസ് ആയിരിക്കും അച്ഛനെ ഒരു പക്ഷെങ്കിൽ KUT സെമിനാരിയുടെ നടുനായകത്വം വഹിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തെന്ന് ഞാൻ കരുതുന്നു. പ്രോഗ്രാം സെന്ററിന്റെ ഈ ജൂബിലി വർഷത്തിൽ കിട്ടിയ നല്ല നേതൃത്വമാണ് ഡേവിഡ് ജോയി അച്ഛൻ. അച്ഛൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവന്യ കൂർലോസ് തിരുമേനി ഈ കാലഘട്ടത്തിന്റെ സ്പന്ദനമാണ്. ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് തിരുമേനിക്ക് ശേഷം കേരളം കാതോർത്തിരിക്കുന്ന ഒരു ശബ്ദമാണ് കൂർലോസ് തിരുമേനി. കേരളത്തിൽ ഏത് വിഷയമുണ്ടായാലും, അത് രാഷ്ട്രീയ വിഷയമായാലും സാമൂഹ്യ പ്രതിസന്ധി ആയാലും മതസ്പർദ്ധ വളർത്തുന്നതായാലും മതങ്ങൾ തമ്മിലുള്ള രമ്യതയിലേക്കുള്ളതാണെങ്കിലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം കാതു കൂർക്കുന്ന ശബ്ദമാണ് അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി. കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു തിരുമേനി ഇവിടെ വരുമെന്നുള്ള ഉറപ്പിച്ച് തിരുമേനി പറഞ്ഞതാണ്. എന്നാൽ സഭയുടെ സെനഡുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കോട്ടയത്ത് തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് എത്താൻ കഴിയാതിരുന്നത്. തിരുമേനി എന്താണെന്നുള്ളത് കൃത്യമായിട്ടും SCMനെ പുനർനിർവഹിച്ചുകൊണ്ട് തിരുമേനി പറഞ്ഞു കഴിഞ്ഞു. സോഷ്യലി കമ്മിറ്റഡ് മൂവ്മെന്റ്. കഴിഞ്ഞ 50 വർഷക്കാലം അങ്ങനെയാണ് SCM നിന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു സെന്ററായിട്ട് നിലനിൽക്കാൻ കഴിഞ്ഞത് പോലും ഈ ഒരു കമ്മിറ്റഡ് മൂവ്മെന്റ് ആയി നിന്നതുകൊണ്ടാണ്. അതിലൂടെയുള്ള വളർന്ന തിരുമേനിയുടെ ഈ വാചകം ഞങ്ങളെ കൂടുതൽ കർമ്മനിരതരാക്കുന്നു, ഞങ്ങളെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ഒരു പുതിയ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിക്ക് നിറഞ്ഞ മനസ്സോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ജനറൽ സെക്രട്ടറി, SCMന്റെ ജനറൽ സെക്രട്ടറി ഇമ്പരാജ് ജയകുമാർ അച്ഛൻ, NCCയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആസിർ എബനേസർ, നാഷണൽ SCMന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഓമന കൊച്ചമ്മ, SCM കേരളയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ബഹുമാനായ മാത്യു സംസാർ, ഇവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു വർഷം ഇവിടെയൊക്കെ കൂടുതലായ സാന്നിധ്യവും സഹകരണവും നേതൃത്വവും ഞങ്ങൾ ഏറെ കാത്തിരിക്കുന്നു. അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചത് KUT സെമിനാരി SCM യൂണിറ്റ് ആണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഗാനത്തിലൊക്കെ അതിൽ മതിമറന്നിരുന്നു പോയി. വളരെ മനോഹരമായ ഗാനങ്ങൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പറഞ്ഞ ആരാധനയും ക്രോഡീകരിച്ചത് SCM KUT സെമിനാരി യൂണിറ്റ് ആണ്. അതിന് നേതൃത്വം നൽകിയ എല്ലാവരോടുമുള്ള നന്ദി, ഗായക സംഘങ്ങളോടും അച്ഛനോടും ഒക്കെയുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ
ഇന്നത്തെ യോഗത്തിന് സ്വാഗതം ആശംസിച്ച അതിഥി ചാണ്ടി ജോർജ്, പ്രോഗ്രാം ഈ ജൂബിലി വർഷത്തെ പരിപാടികൾ അവതരിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റി മാത്യു ജോണ്, ഇവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. SCMന്റെ എക്കാലത്തെയും സ്വത്ത് എന്ന് പറയുന്നത് സീനിയർ ഫ്രണ്ട്സ് ആണ്. സീനിയർ ഫ്രണ്ട്സിന്റെ പ്രതിനിധികളായിട്ട് ജോൺ സാമുവൽ സാർ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റനേകര് ഇന്ന് ഓൺലൈനായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും കൂട്ടിവരുത്തിയുള്ള യോഗമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും പ്രത്യേക സവിശേഷ കാലാവസ്ഥയിൽ അത് നടക്കാത്ത സാഹചര്യമാണുള്ളത്. തുടർന്നുള്ള നാളുകളിലും സീനിയർ ഫ്രണ്ട്സിന്റെ എല്ലാവിധ സഹകരണവും പിന്തുണയും ഉപദേശവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ സെന്ററിന്റെ ചുമതലയിൽ സെക്രട്ടറി ആയിട്ടുള്ള ജിഷ്ണു മോഹൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ചില ശാരീരിക പ്രതിസന്ധികളൊക്കെ മൂലം എനിക്ക് പൂർണ്ണമായിട്ടും ഈ ദിവസങ്ങളിലൊന്നും ഇവിടെ എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല. എങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ക്രിസ്റ്റിയും ജിഷ്ണുവും കൂടിയാണ്. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വന്നുകൂടിയിരിക്കുന്ന എല്ലാവരോടും KU സെമിനാറിലെ അധ്യാപകരായ അച്ഛന്മാരുണ്ട്, മറ്റ് കോട്ടയത്തിൽ നിന്നും ആലുവയിൽ നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്. വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും, ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ടുള്ള വന്നു ചേർന്ന എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ ലീലാമ്മ കൊച്ചമ്മയോട്ടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും, എല്ലാവർക്കും ഈ പുതിയ ജൂബിലി വർഷം ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാവട്ടെ. തിരുമേനി പറഞ്ഞ പോലെ ഒരു കാലഘട്ടം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട്, മറ്റുള്ള സംഘടനകളിൽ വ്യതിരിക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് SCMന് കഴിയട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കൃതജ്ഞതാ പ്രസംഗം നയിച്ച മിസ്റ്റർ GBP Abraham സാറിന് നന്ദി അർപ്പിക്കുന്നു. Now we are concluding our SCM meetup, and to gracefully end this golden jubilee, I call upon Reverend Dr. C.I. David Joy Achan for prayer and benediction. പ്രാർത്ഥനയ്ക്കായി ആശീർവാദത്തിനുമായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചൈതന്യമില്ലാത്തടത്ത് ചൈതന്യമായും ജീവനില്ലാത്തടത്ത് ജീവനായും പ്രകാശമില്ലാത്തടത്ത് പ്രകാശമായും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന കർത്താവെ, നന്മയുടെയും നീതിയുടെയും 50 വർഷങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ഇന്നും നാളെയും സമസൃഷ്ടങ്ങൾക്കായി ഞങ്ങൾ എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും പുനർവിചിന്തനം നടത്തുന്നതിനും ഈ സായാഹ്നം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനെ സമ്പന്നമാക്കി മാറ്റിയ എല്ലാ ശബ്ദങ്ങളെയും ചിന്തകളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചവർ, ഇതിന് ശക്തമായ അടിസ്ഥാന ശിലയിട്ടവർ, ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ, എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ലഭ്യമാകുന്നതിനും അങ്ങനെ ഞങ്ങൾ കരുതലിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും തലങ്ങളായും കരങ്ങളായും ലോകത്തിൽ ജീവിക്കുന്നതിനും ഇടവരുത്തണം എന്നപേക്ഷിക്കുന്നു. ഈ സമയത്ത് പ്രളയത്താലും ആശങ്കകളാലും കോവിഡിനാലും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ആളുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷങ്ങളിൽ ദശകത്തിൽ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാൻ സഹായിക്കണമേ. ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സംസർഗവും പ്രിയമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. നമ്മൾ ഫുഡ് പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കുകാരാകാനായിട്ട് ശ്രദ്ധിക്കുക.